നമസ്കാരം. ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ നടക്കുന്നത് തുറന്ന യുദ്ധങ്ങളെക്കാൾ കൂടുതൽ തന്ത്രങ്ങളാണ്. ആരാണ് ആരുടെ പങ്കാളി, ആരാണ് ആരെ പിന്തുണയ്ക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് രാജ്യങ്ങൾ അവരുടെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് ഇന്ത്യയും ഗ്രീസും തമ്മിൽ ഒപ്പുവെച്ച ഒരു പുതിയ പ്രതിരോധ കരാർ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഗ്രീസിന്റെ പ്രതിരോധ മന്ത്രി നിക്കോളാസ് ഡൻഡിയോസും ചേർന്നാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. പുറമേക്ക് നോക്കുമ്പോൾ ഇതൊരു സാധാരണ പ്രതിരോധ സഹകരണ കരാർ പോലെയൊക്കെ തോന്നാം. പക്ഷേ അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുർക്കി തുറന്ന നിലപാടുകൾ കൊണ്ട് ഇന്ത്യയെ അസ്വസ്ഥരാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചത് ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകളിൽ പലതും തുർക്കി നിർമ്മിതമായിരുന്നു. ഇത് ഇന്ത്യക്കൊരു മുന്നറിയിപ്പുമായിരുന്നു. ഭാവിയിൽ സുരക്ഷാ ഭീഷണി ഏത് ദിശയിൽ നിന്നായിരിക്കും എന്നതിന്റെ സൂചന. അതിനാലാണ് ഇന്ത്യ ഇപ്പോൾ ഒരു വ്യത്യസ്ത തന്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. നേരിട്ട് തുർക്കിയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതിന് പകരം തുർക്കിയുമായി തന്നെ തർക്കമുള്ള ഒരു രാജ്യവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ് ഇന്ത്യ. ആ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസും തുർക്കിയും തമ്മിൽ വർഷങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ എണ്ണയും പ്രകൃതിവാതകവും ഉൾപ്പെടെയുള്ള വിഭവങ്ങളെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പലതവണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും തമ്മിൽ ഒപ്പുവെച്ച കരാർ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രതിരോധ സഹകരണത്തിനാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമുദ്ര സുരക്ഷാ സഹകരണമാണ്. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ ഒരു ഗ്രീക്ക് ഉദ്യോഗസ്ഥനെ ലെയ്സൺ ഓഫീസറായി നിയമിക്കും. അതുപോലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഗ്രീസിലും നിയമിക്കും. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നീക്കങ്ങൾ ഇന്ത്യ ഗ്രീസുമായി പങ്കിടും. മറുവശത്ത് മെഡിറ്ററേനിയൻ കടലിലെ വിവരങ്ങൾ ഗ്രീസ് ഇന്ത്യയുമായി പങ്കിടും. ഇത് സാധാരണ വിവര കൈമാറ്റമൊന്നുമല്ല. കടൽമാർഗം നടക്കുന്ന സൈനിക നീക്കങ്ങൾ, എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം, സംശയാസ്പദമായ കപ്പലുകൾ, ഇതെല്ലാം കൂടുതൽ കൃത്യമായി അറിയാനാണ് ഈ കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ കടൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധയിലും പെടും. ഇത് മറ്റൊരു പ്രധാന വശം കൂടി ഇതിനുണ്ട്. ഗ്രീസിന് ആവശ്യമായ ചില മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തരമായി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക എന്നതാണ് ലക്ഷ്യം. അതിനാൽ ഗ്രീസുമായുള്ള കരാർ ഇന്ത്യക്ക് പ്രതിരോധ കയറ്റുമതിക്ക് പുതിയൊരു വാതിൽ തുറക്കും. ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഗ്രീസിന്റെ പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ബംഗളൂരുവിലെ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകളും സൈനിക ഉപകരണങ്ങളും അദ്ദേഹം കണ്ടിരുന്നു. ഇന്ത്യയുടെ പ്രൊഫഷണലിസവും സാങ്കേതിക മുന്നേറ്റവും അദ്ദേഹം തുറന്നു പറഞ്ഞ് പ്രശംസിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിശ്വസ്തതയ്ക്ക് വലിയ ഒരു പിന്തുണയായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. തുർക്കിയിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ സഹായഹസ്തം നീട്ടിയിരുന്നു. ദുരന്ത സമയത്ത് മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ച രാജ്യം ഇന്ത്യയാണ്. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ തുർക്കി പിന്തുണച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ സൂക്ഷ്മമായി നീങ്ങുന്നത്. ഇതൊരു ശാന്തമായ അല്ലെങ്കിൽ പക്ഷേ ശക്തമായ ഒരു നീക്കമാണ്. യുദ്ധമില്ലാതെ ശബ്ദമില്ലാതെ ഇന്ത്യ തന്റെ സുരക്ഷാ വലയത്തെ വിപുലീകരിക്കുകയാണ്. ലോകം ഇന്ന് കൂട്ടുകെട്ടുകളുടെ ഒരു കാലഘട്ടത്തിലാണ്. ഒരാളുമായി തർക്കമുണ്ടെങ്കിൽ അവന്റെ എതിരാളിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഒരു പഴയ രാഷ്ട്രീയ തന്ത്രമാണ്. അതാണിപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യ ഗ്രീസ് ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. സംയുക്ത സൈനിക പരിശീലനങ്ങൾ, സാങ്കേതിക കൈമാറ്റം, സമുദ്ര നിരീക്ഷണം എന്നിവയിൽ കൂടുതൽ സഹകരണം ഉണ്ടാകാം. ഇതിലൂടെ ഇന്ത്യ യൂറോപ്പിൽ ഒരു വിശ്വസ്ത പങ്കാളിയെ നേടുന്നു. അതേസമയം ഗ്രീസിനും ഏഷ്യയിൽ ശക്തമായൊരു കൂട്ടാളിയെ ലഭിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു കരാർ മാത്രമല്ല, ഒരു സന്ദേശവുമാണ്. ഇന്ത്യ തന്റെ സുരക്ഷാ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള സന്ദേശം. തുർക്കിയോട് തുറന്ന ഏറ്റുമുട്ടൽ ഇല്ലെങ്കിലും തന്ത്രപരമായ മറുപടി നൽകാനുള്ള ഒരു ശേഷി ഇന്ത്യക്കുണ്ടെന്ന് കാണിക്കുന്ന ഒരു നീക്കം കൂടിയാണിത്. എന്തായാലും ഭാവിയിലെ ജിയോ പൊളിറ്റിക്കൽ കളിയിൽ ഈ കൂട്ടുകെട്ട് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.